ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ ഷെയ്ഡഡ് പോൾ ഇൻഡക്ഷൻ മോട്ടോറിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. ആദ്യം എന്താണ് ഈ ഷെയ്ഡഡ് പോൾ മോട്ടോർ എന്ന് നോക്കാം. നമ്മുടെ ഷെയ്ഡഡ് പോൾ മോട്ടറിൻ്റെ സ്റ്റേറ്റർ പോളിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒരു കോപ്പർ റിംഗ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കോപ്പർ ബാൻഡ് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ കോപ്പർ റിംഗ് ഉള്ള അല്ലെങ്കിൽ കോപ്പർ ബാൻഡ് ഉള്ള ഈ ഒരു പോർഷനെ നമ്മൾ ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയും. ഈ കോപ്പർ റിങ്ങിൻ്റെ മറ്റൊരു പേര് തന്നെ ഷെയ്ഡഡ് റിംഗ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഷെയ്ഡഡ് റിംഗ് ഉള്ള പോർഷൻ ഷെയ്ഡഡ് പോർഷൻ ഓഫ് ദാറ്റ് സ്റ്റേറ്റർ പോൾ. ഓക്കെ, അപ്പോൾ ഓർക്കുക, ഷെയ്ഡഡ് പോൾ മോട്ടറിൻ്റെ സ്റ്റേറ്റർ പോളിൻ്റെ ഒരു ഭാഗത്ത് മാത്രമായിട്ട് കോപ്പർ റിംഗ് അല്ലെങ്കിൽ ഒരു കോപ്പർ ബാൻഡ് ഉണ്ടാവും. ആ പോർഷനാണ് ഷെയ്ഡഡ് പോർഷൻ. ഓക്കെ, അങ്ങനെ ഷെയ്ഡഡ് പോർഷൻ ഉള്ള പോൾ ആയതുകൊണ്ടാണ് ഷെയ്ഡഡ് പോൾ മോട്ടർ എന്ന് ഈ ഒരു മോട്ടറിന് പേര് വരാനായിട്ട് കാര്യം. ഇതൊരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറാണ്, സെൽഫ് സ്റ്റാർട്ടിങ്ങുമാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഷെയ്ഡഡ് പോൾ ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കാം. മെയിൻ പാർട്സിൽ ആദ്യം പറയുന്നത് സ്റ്റേറ്ററാണ്. സ്റ്റേറ്ററിൽ നമുക്കറിയാം സ്റ്റേറ്റർ പോളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചിത്രത്തിൽ നോക്കുക, ഇവിടെ ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന ഈ പോർഷനാണ് സ്റ്റേറ്റർ പോളിൻ്റെ അൺഷെയ്ഡഡ് പോർഷൻ. ഓക്കെ, ഈ അൺഷെയ്ഡഡ് പോർഷനാണ് മെയിൻ വൈൻഡിങ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇത് ഈ സ്റ്റേറ്റർ പോളിൻ്റെ 2/3 പോർഷനിൽ കവർ ചെയ്യും. ഓക്കെ, ഇനി ബാക്കിയുള്ള 1/3 പോർഷനിൽ ഈ ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് കോപ്പർ റിംഗ് അല്ലെങ്കിൽ കോപ്പർ ബാൻഡ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഷെയ്ഡിങ് വൈൻഡിങ്. ഓക്കെ, ഈ ഒരു ഭാഗത്തിന് ലോ റെസിസ്റ്റൻസ് ആണ്. നമ്മുടെ ഈ ഷെയ്ഡിങ് വൈൻഡിങ് ഉള്ള ഭാഗമാണ് സ്റ്റാർട്ടിങ് വൈൻഡിങ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. സോ നമ്മുടെ ഷെയ്ഡഡ് പോൾ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഒരു സ്റ്റേറ്റർ പോളിൽ തന്നെ അൺഷെയ്ഡഡ് പോർഷൻ മെയിൻ വൈൻഡിങ് ആയിട്ട് ആക്ട് ചെയ്യും, ഷെയ്ഡഡ് പോർഷൻ സ്റ്റാർട്ടിങ് വൈൻഡിങ് ആയിട്ടും ആക്ട് ചെയ്യും. ഈ ചിത്രത്തിൽ രണ്ട് പോൾസ് നമുക്ക് കാണാം, രണ്ട് സ്റ്റേറ്റർ പോൾസ് കാണാം. ഇവിടെ മുകളിലുണ്ട്, താഴെയുണ്ട്. താഴെ അതുപോലെ തന്നെയാണ്. ഇവിടെയുള്ള അൺഷെയ്ഡഡ് പോർഷനിൽ മെയിൻ വൈൻഡിങ് ആണ്. ഇവിടെ ഈ ഷെയ്ഡഡ് പോർഷൻ കാണാം, ഈ ബ്ലാക്ക് കളറിൽ, അതാണ് സ്റ്റാർട്ടിങ് വൈൻഡിങ് ആയിട്ട് ആക്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് കൺസ്ട്രക്ഷനിൽ പറയുന്നതാണ് ഷെയ്ഡഡ് റിങ്. ഷെയ്ഡഡ് റിങ്ങിൽ ദാ ഇവിടെ ഈ ഒരു ബ്ലാക്ക് കളറിൽ കാണുന്ന ഈ പോർഷനാണ് ഷെയ്ഡഡ് കോയിലിംഗ് ഉള്ള ഷെയ്ഡഡ് റിങ് ഉള്ളത്. ഇത് കോപ്പർ ബാൻഡ് വെച്ചിട്ടാണ് ഷോർട്ട് സർക്യൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഓരോ പോളിലും ഈ ഒരു ഷെയ്ഡഡ് പോർഷൻ ഒരു ഡെഫിനിറ്റ് സീക്വൻസിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഇപ്പം മേളിലാണെങ്കിൽ 1/3 പോർഷനിൽ ഇവിടെയാണ് ഷെയ്ഡഡ് റിംഗ് വരുന്നത്, താഴത്തെ പോളിൽ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. സോ ദർ ഇസ് എ ഡെഫിനിറ്റ് സീക്വൻസ് ഓഫ് ദിസ് അറേഞ്ച്മെൻറ്റ്. തേർഡ് പാർട്ടാണ് റോട്ടർ. റോട്ടർ ഇവിടെ യൂസ് ചെയ്യുന്നത് സ്ക്വയറൽ കേജ് റോട്ടറാണ്. താഴെ സൈഡിലുള്ള ചിത്രത്തിൽ കാണാം, ഇതാണ് റോട്ടർ. റോട്ടർ സ്ക്വയറൽ കേജ് റോട്ടറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം, എല്ലാ ഇൻഡക്ഷൻ മോട്ടറിനെ പോലെ തന്നെ സ്റ്റേറ്ററിൻ്റെയും റോട്ടറിൻ്റെ ഇടയിലായിട്ട് ഒരു എയർ ഗ്യാപ്പ് ഉണ്ടാവും ഇവിടെയും. പിന്നെ ഇത് ബിയറിംഗ് ആണ്. ബിയറിംഗ് എന്ന് പറയുന്നത് റോട്ടറിൻ്റെ ഒരു സ്മൂത്ത് റൊട്ടേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഈ കാണുന്നതാണ് ബിയറിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷനിൽ ഓർക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, മറ്റ് നമ്മൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സിലൊക്കെ ചിലതിലൊക്കെ പറഞ്ഞതുപോലെ ഇവിടെ കപ്പാസിറ്ററും ഇല്ല, സെൻട്രിഫ്യൂഗൽ സ്വിച്ചറും ഇല്ല. ഓക്കെ, സോ റിമെമ്പർ, ഇൻ ഷെയ്ഡഡ് പോൾ ഇൻഡക്ഷൻ മോട്ടർ ദർ ആർ നോ കപ്പാസിറ്റേഴ്സ് ആൻഡ് സെൻട്രിഫ്യൂഗൽ സ്വിച്ച്. നെക്സ്റ്റ് നമുക്ക് വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ലെൻസസ് ലോ നോക്കാം. ലെൻസസ് ലോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വായിക്കാം. ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് കറണ്ട് ഇൻ എ കണ്ടക്ടർ ഓപ്പോസസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ഇറ്റ്. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് അതിൻ്റെ അടുത്തുള്ള കണ്ടക്ടറിൽ ഒരു EMF ഉണ്ടാക്കുമല്ലോ. ഈ EMF കൊണ്ട് ഉണ്ടാകുന്ന കറണ്ട് എപ്പോഴും ആദ്യത്തെ മാഗ്നറ്റിക് ഫ്ലക്സിലെ മാറ്റത്തെ ഒപ്പോസ് ചെയ്യും. അതായത് ഇൻഡ്യൂസ്ഡ് കറണ്ട് അതിന് കാരണമാകുന്ന മാറ്റത്തെ എതിർക്കുന്ന വിധത്തിലായിരിക്കും പ്രവഹിക്കുന്നത്. ഓക്കെ, ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചേക്കുക. ഇത് നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡഡ് പോൾ ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിൽ യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കാം. ഈ ചിത്രത്തിൽ ശ്രദ്ധിക്കുക, ഇവിടെ ഷെയ്ഡഡ് പോൾ ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്റ്റേറ്റർ പോൾ ഉണ്ട്. സ്റ്റേറ്റർ പോളിൻ്റെ അൺഷെയ്ഡഡ് പോർഷൻ ഇത് മെയിൻ വൈൻഡിങ് ആയിട്ട് വർക്ക് ചെയ്യും. ഇവിടെ ഷെയ്ഡഡ് പോർഷനാണ്, ഇത് സ്റ്റാർട്ടിങ് വൈൻഡിങ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇവിടെ സിംഗിൾ ഫേസ് സപ്ലൈ കൊടുക്കുമ്പോൾ ഈ ഒരു സ്റ്റേറ്റർ പോളിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇവിടെയും സ്റ്റേറ്റർ പോൾ ഉണ്ട്, ഇവിടെയും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. പക്ഷേ ഇത് ഒരു പൾസേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡാണ് ഉണ്ടാകുന്നത്. അതായത് വിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡാണ്. ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, അങ്ങനെ വരുന്നുള്ളൂ.
പക്ഷേ നമുക്കറിയാം ഒരു മോട്ടോർ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് വരണം, അപ്പോഴേ ഈ കേജ് റോട്ടർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഷെയ്ഡഡ് ഇൻഡക്ഷൻ മോട്ടോറിൽ, ഷെയ്ഡഡ് പോൾ ഇൻഡക്ഷൻ മോട്ടോറിൽ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവരാൻ പറ്റുക എന്നാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഇത് സ്റ്റേറ്റർ പോളിൻ്റെ അൺഷെയ്ഡഡ് പോർഷൻ, ഈ യെല്ലോ കളറിൽ കാണുന്നത് ഇതാണ് മെയിൻ വൈൻഡിംഗ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ ഷെയ്ഡഡ് പോർഷനാണ് സ്റ്റാർട്ടർ വൈൻഡിംഗ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എ സി കറണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഈ മെയിൻ വൈൻഡിംഗ് ഉള്ള പോർഷൻ, അതായത് അൺഷെയ്ഡഡ് പോർഷനിലാണ് ആദ്യം മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് കുറച്ചൊന്ന് ഡിലേ ആയിട്ടാണ് ഈ ഷെയ്ഡഡ് ആയിട്ടുള്ള പോർഷനിൽ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ആവുക. ആ ഡിലേ വരാനുള്ള കാരണമാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ആ ഡിലേ അങ്ങനെ വരാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ലെൻസസ് ലോ അനുസരിച്ചാണ്. അതെങ്ങനെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഇവിടെ ഈ ഷെയ്ഡഡ് പോർഷനിൽ നമുക്കറിയാം കോപ്പർ വെച്ചിട്ടാണ് ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിരിക്കുന്നത്. സോ കോപ്പർ ഒരു കണ്ടക്ടറാണ്. നമ്മുടെ ഈ ഒരു സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ആയിട്ടിരിക്കുന്ന ഈ ഒരു ഷെയ്ഡഡ് പോർഷൻ, അതിന് അതിൻ്റെ ഓൺ മാഗ്നറ്റിക് ഫീൽഡ് ഇത് പ്രൊഡ്യൂസ് ചെയ്യും. ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, ഇവിടെയുള്ള കോപ്പർ ഒരു കണ്ടക്ടറാണ്. ഈ കണ്ടക്ടറിൽ ഒരു EMF ഉണ്ടാക്കും. EMF ഇവിടെ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാക്കും. ഈ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകാനുള്ള കാരണം എന്തായിരുന്നു? ഇവിടെ ഉണ്ടായിരുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. ഈ മാഗ്നറ്റിക് ഫ്ലക്സിനെ തന്നെ ഈ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഒപ്പോസ് ചെയ്യും. അങ്ങനെ ഒരു കാര്യം ഇവിടെ സംഭവിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പോർഷനിൽ, ഈ ഒരു ഷെയ്ഡഡ് കോയിൽ പോർഷനിൽ ഒരു ഫ്ലക്സിൽ ഡിലേ വരുന്നത്. ഓക്കെ, അപ്പം നമുക്കിവിടെ മെയിൻ വൈൻഡിങ്ങിൻ്റെ പോർഷനിലും സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിൻ്റെ പോർഷനിലും ഒരു സെയിം സ്റ്റേറ്റർ പോളിൽ തന്നെ ഒരു ടൈം ലാഗ് വന്നിരിക്കുകയാണ്, അവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഡെവലപ്പ് ചെയ്യുന്നതിൽ. അപ്പോൾ ദിസ് ക്രിയേറ്റ്സ് എ ഷിഫ്റ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ സ്വീപ്പിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് അൺഷെയ്ഡഡ് പോർഷനിൽ നിന്ന് ഷെയ്ഡഡ് പോർഷനിലോട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ സ്വീപ്പ് ചെയ്ത് പോകും അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്ത് പോകും. ഓക്കെ, ഫ്രം അൺഷെയ്ഡഡ് പോർഷൻ ടു ഷെയ്ഡഡ് പോർഷൻ. ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കും. ഇതേപോലെ തന്നെ താഴെയുള്ള സ്റ്റേറ്റർ പോളിൽ സംഭവിക്കും. ഓക്കെ, സോ ദർ വിൽ ബി എ ഷിഫ്റ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഓർ സ്വീപ്പിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. ഇങ്ങനെയുള്ള ഈ ഷിഫ്റ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്, പക്ഷെ അത് റുഡിമെൻ്ററി ആയിരിക്കും. ഓക്കെ, ഏറ്റവും ഒരു പ്രാഥമികമായ രീതിയിലുള്ള ഒരു റുഡിമെൻ്ററി റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡായിട്ട് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പം ഇവിടെ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും റോട്ടറിൽ, അതൊരു ടോർക്ക് ക്രിയേറ്റ് ചെയ്യും, അങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ അൺഷെയ്ഡഡ് പോർഷൻ ടു ഷെയ്ഡഡ് പോർഷനാണ് സംഭവിക്കുക. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന ഒരു 4 പോളുള്ള ഷെയ്ഡഡ് പോൾ ഇൻഡക്ഷൻ മോട്ടറാണ്. ഇവിടെ ഒരു പോളുണ്ട്, ഇവിടെയുണ്ട്, 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 4 പോൾസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോ പോൾസിലും അൺഷെയ്ഡഡ് ടു ഷെയ്ഡഡ് പോർഷൻ ആയിരിക്കും വരുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യുന്നത്. അതുപോലെ അപ്പോൾ റൊട്ടേഷനും അങ്ങനെ തന്നെയായിരിക്കും. സോ ഇവിടെയും അൺഷെയ്ഡഡ് ടു ഷെയ്ഡഡ്, അൺഷെയ്ഡഡ് ടു ഷെയ്ഡഡ്, അൺഷെയ്ഡഡ് ടു ഷെയ്ഡഡ്, അങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മോട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് ടോർക്ക് വളരെ കുറവായിരിക്കും. ടോർക്ക് ഇൻക്രീസ് ചെയ്യുന്ന സ്പീഡ് കൂടുന്നതനുസരിച്ച് ടോർക്ക് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളൊരു ചെറിയ ലോഡ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിപ്പം ഇങ്ങനെ നേരത്തെ കാണിച്ച ആ ഒരു പിക്ചർ അനുസരിച്ച് നമ്മൾ ക്ലോക്ക് വൈസ് അല്ലേ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പം വാട്ട് ഇഫ് നമുക്ക് ഇതിൻ്റെ ഡയറക്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഷെയ്ഡഡ് പോളിൻ്റെ സീക്വൻസിനെ മൊത്തത്തിൽ മാറ്റേണ്ടി വരും. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷെയ്ഡഡ് പോൾസ് എല്ലാം ഒരു ഡെഫിനിറ്റ് സീക്വൻസിലാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കൺസ്ട്രക്ഷനിൽ. ആ കൺസ്ട്രക്ഷനിലുള്ള ആ അറേഞ്ച്മെൻറ്റ്, ആ ഡെഫിനിറ്റ് സീക്വൻസ് മൊത്തത്തിൽ മാറ്റിയാൽ മാത്രമേ നമുക്കതിനെ റൊട്ടേഷൻ്റെ ഡയറക്ഷൻ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ, വിച്ച് ഇസ് നോട്ട് ഈസി. ഇനി നമുക്ക് ഷെയ്ഡഡ് പോൾ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നോക്കാം. സ്റ്റാർട്ടിംഗ് ടോർക്ക് ലോ ആണ്, എഫിഷ്യൻസി ലോ ആണ്, പവർ റേറ്റിംഗും ലോ ആണ്. ലെസ് ദാൻ 100 വാട്ട്സ് ടിപ്പിക്കലിയൊക്കെ വരുള്ളൂ, ഒരു അറൗണ്ട് 25 ഒക്കെ വരത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഇനി റിവേഴ്സിബിലിറ്റി ആണെങ്കിൽ നോട്ട് ഈസിലി റിവേഴ്സിബിൾ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ ഡെഫിനിറ്റ് സീക്വൻസിലാണ് അതിൻ്റെ ഷെയ്ഡഡ് പോൾസ് ഒക്കെ വരുന്നത്, അപ്പോൾ അത് മൊത്തത്തിൽ തിരിച്ച് മാറ്റേണ്ടിയൊക്കെ വരും. സോ ഇറ്റ്സ് നോട്ട് ഈസി. പിന്നെ സ്പീഡ് കൺട്രോളും അത്ര എളുപ്പമല്ല.
നമ്മളെ ഇഷ്ടാനുസരണം കൂട്ടുക കുറയ്ക്കുക അതൊക്കെ കുറച്ച് പാടാണ്, കാരണം ഇതൊരു കോൺസ്റ്റൻറ്റ് സ്പീഡിലായിരിക്കും എപ്പോഴും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഇത് വളരെ സിമ്പിളായിട്ടും റോബസ്റ്റ്, അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡിസൈനാണ്, ലോ കോസ്റ്റ് ആണ്, മെയിൻ്റനൻസ് ഫ്രീ ആണ്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഇതിൻ്റെ കൺസ്ട്രക്ഷനിൽ കപ്പാസിറ്റേഴ്സ് ഇല്ല, സെൻട്രിഫ്യൂഗൽ സ്വിച്ചസ് ഒന്നുമില്ല. പിന്നെ ഇത് നമ്മൾ ലോ പവർ മാത്രം ആവശ്യമുള്ള അപ്ലയൻസസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഒരു കണ്ടിന്യൂസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യേണ്ട അപ്ലയൻസസിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും, വളരെ റിലയബിൾ ആണ്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോർക്ക് വളരെ ലോ ആണ്, എഫിഷ്യൻസി കുറവാണ്. അപ്പം ഹെവി ലോഡ്സിലൊന്നും നമുക്ക് അത്ര സ്യൂട്ടബിൾ അല്ല ഈ ഒരു കാര്യം. പിന്നെ റൊട്ടേഷൻ റിവേഴ്സ് ചെയ്യാനായിട്ടും എളുപ്പമല്ല എന്ന് പറഞ്ഞു, ഡെഫിനിറ്റ് സീക്വൻസിലൊക്കെ നിൽക്കുന്നത് കൊണ്ട്. പിന്നെ ഓവർലോഡഡ് ആയാൽ ഓവർ ഹീറ്റിംഗ് വരാനായിട്ടുള്ള ചാൻസും ഉണ്ട്. സോ ദീസ് ആർ ദ ഡിസഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് ഇതിൻ്റെ ആപ്ലിക്കേഷനാണ് നോക്കുന്നത്. നമ്മളൊരു ലോ വോൾട്ടേജ് മോട്ടറിലൊക്കെ ഒക്കെ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസിൽ യൂസ് ചെയ്യാം. ഒരു 15 to 20 watts ഒക്കെ ആ ഒരു റേഞ്ചിലൊക്കെ വോൾട്ടേജ് ആവശ്യമുള്ള ഇൻസ്ട്രുമെൻസിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ലൈക്ക് ടേബിൾ ഫാൻസ്, എക്സോസ്റ്റ് ഫാൻസ്, ഹെയർ ഡ്രയേഴ്സ്, റെഫ്രിജറേറ്റർ ഫാൻസ്, റെക്കോർഡ് പ്ലെയേഴ്സ്, മൈക്രോവേവ് ഓവൻ ഫാൻസ്, സ്മോൾ ബ്ലോവേഴ്സ്, ഇലക്ട്രിക് വാൾ ക്ലോക്ക്. ഇത്ര ഇതിലൊക്കെയാണ് നമുക്ക് ഷെയ്ഡഡ് പോൾ ഇൻഡക്ഷൻ മോട്ടർ യൂസ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. Please like, share and subscribe Nath's Electrical Academy.